തുടരാൻ വയ്യ. യോഗ്യനായ ഒരാളെ രാജാവാക്കണം. അതിനു പറ്റിയ ആളെ ഞാൻ കണ്ടെത്താം. താല്പര്യമുള്ളവർ എന്നെ വന്ന് കാണണം. എല്ലാവരെയും ഒഴിച്ചു സ്വീകരിക്കാൻ ഗുഹയിൽ സ്ഥലമില്ല. ഓരോരുത്തരും ഓരോ ദിവസം വന്നാൽ നന്ന്. എല്ലാ മൃഗങ്ങളും പതുക്കെ പതുക്കെ സിംഹരാജന്റെ ഗുഹയിലേക്ക് എത്താൻ തുടങ്ങി. വൈകിയാണ് കുറുക്കൻ വിവരം അറിഞ്ഞത്. കുറുക്കൻ മെല്ലെ സിംഹരാജന്റെ ഗുഹയുടെ അടുത്ത് നിന്നു. പലവരും അകത്ത് ചെന്ന കാൽപ്പാടുകൾ കാണുന്നുണ്ട്. പക്ഷെ ആരും പുറത്തു വന്നായി തോന്നുന്നില്ല. കുറുക്കൻ ആലോചിച്ചു, ഇതിലെന്തോ ചതിയുണ്ട്. കുറുക്കൻ പുറത്തു തന്നെ നിന്നു. കിടന്നു വന്നു. സിംഹം കുറുക്കനെ ഗുഹയിലേക്ക് ക്ഷണിച്ചു. കുറുക്കൻ ബഹുമാനത്തോടെ പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. സിംഹം പറഞ്ഞു, അതെന്താ അങ്ങനെ? കുറുക്കൻ പറഞ്ഞു, പലവരും അകത്ത് വന്നതിന്റെ കാണുന്നുണ്ട്. പക്ഷെ ആരും പുറത്തു വന്നതായി തോന്നുന്നില്ല. സിംഹരാജൻ നാണിച്ച് തല താഴ്ത്തി. ലജ്ജിച്ച് തല താഴ്ത്തി.